നല്ല പടമാണ്, നല്ല ഫാമിലി സെന്റിമെന്റ്, സൈലന്റ് മൂവിയാണ്. പക്ഷെ നല്ല കഥയുള്ള പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം അറിയില്ല. ഫാമിലീസ് ഒരു വീട് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധാരണ ഫാമിലിയുടെ ഉള്ള എല്ലാ ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ ഒരു കുടുംബം എല്ലാം ഒരു വീട് വെക്കാനുള്ള ഒരു ഇത് നല്ലൊരു പോയി പണം കാണും. നല്ല ഇമോഷണൽ. പിന്നെ ശ്രീ ഗണേഷ് സംവിധാനം ചെയ്ത് സിദ്ധാർത്ഥ് ശരത്കുമാർ എന്ന പ്രധാനവേഷത്തിൽ വരുന്ന 3 BHK എന്ന റിലീസാണ്. സിനിമ എങ്ങനെയാണെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. നല്ല പടം, ഒരു ഫാമിലിക്കൊക്കെ കണക്ട് ആവുന്ന ഫാമിലി പിക്ചർ തന്നെ. നല്ല പടമാണ്, നല്ല ഫാമിലി സെന്റിമെന്റ്, സൈലന്റ് മൂവിയാണ്. പക്ഷെ നല്ല കഥയുള്ള പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടണം അറിയില്ല. ഒരു മലയാള സിനിമ പോലെ തന്നെ പടം നല്ല പടമാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടണം അറിയില്ല. സൈലന്റ് മൂവിയാണ്. ശരത്കുമാറിന്റെ കഥാപാത്രം, സിദ്ധാർത്ഥിന്റെ കഥാപാത്രം, ദേവേന്റെ കഥാപാത്രം എല്ലാം പറയാനുണ്ട്. പടം നല്ല പടമാണ്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ളത് അറിയില്ല. പക്ഷെ നല്ല പടം. അവര് തന്നെ അവരുടെ ഒരു കഥയാണ്. ഒരു വീട് വയ്ക്കാൻ അവർ പഠന കഷ്ടം, അവരുടെ അച്ഛനും മോനും ഉള്ളത്, അവൻ്റെ 30 കൊല്ലത്തെ അധ്വാനം, ആ കഷ്ടപ്പാട് പടത്തിൽ യഥാർത്ഥമായിട്ട് കാണിക്കണം. അതാണ്. അപ്പോൾ ചില സമയം ബോറും അടിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാനില്ല. പക്ഷേ പടം നല്ല പടം, നല്ലൊരു ഫാമിലി പടമാണ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മൾ ടൂറിസ്റ്റ് ഫാമിലി അതിനുശേഷമുള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ്. ഇത് തമിഴ്നാട്ടിൽ ഹിറ്റ് അടിക്കും. ഇവിടെ ഉള്ളവർ എങ്ങനെ നല്ല സെന്റിമെന്റ് സീൻസ് ആണ്. ഫാമിലീസ് ഒരു വീട് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാധാരണ ഫാമിലിയുടെ ഉള്ള എല്ലാ ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. എല്ലാവരുടെ അഭിനയം അടിപൊളിയാണ്. സിദ്ധാർത്ഥ് എല്ലാവരും അടിപൊളി അഭിനയമാണ്. ഇല്ല അങ്ങനത്തെ അല്ല. എന്തായാലും പടം നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കുറേ തമിഴ് നമ്മളെ മലയാളത്തിൽ നിന്ന് അവർ തമിഴിലോട്ട് എടുക്കുന്ന നമ്മളെ മലയാളത്തിൽ ഒരുപാട് ഫീൽ ഗുഡ് വരും. ആ ഒരു ഇത് അപ്പോൾ അവിടെ ടേക്ക് ഓവർ ചെയ്ത് നല്ല രീതിക്ക് എടുത്തേക്കും. ഇത് നമ്മളെ ഒരു കുടുംബം എല്ലാം ഒരു വീട് വെക്കാനുള്ള ഒരു ഇത് നല്ലൊരു നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് പടം. അതുകൊണ്ട് ശരത്കുമാർ കുറേ നല്ലതായിട്ടുണ്ട്. ഫാമിലി ഫിലിം, ഫാമിലി സാധാരണ എന്താ പറഞ്ഞാൽ പിന്നെ ഈ പാവപ്പെട്ട ആളുകൾ റിച്ച് ഫാമിലിനൊക്കെ പോകുമ്പോൾ അവർക്കൊരു പാഠമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അവരുടെയൊക്കെ ഒരു ജീവിത അനുഭവമാണ്. പോയി പണം കാണും. നല്ല ഇമോഷണൽ ആണ്. നല്ല സിനിമയാണ്. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫും എല്ലാം ഭയങ്കര ലാഗ് ഉണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഒരു കാണാണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അനുഭവങ്ങളൊക്കെ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കുറേ സീനൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും.